നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ വാർത്തകളും വിശകലനങ്ങളും മാധ്യമങ്ങളിൽ നിന്ന് വലിയ ചർച്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ സിനിമയിലൂടെ നേടിയ കിരീടം മുൾക്കിരീടമാകുമോ എന്ന ഭയത്തിലാണിന്ന് ഓരോ സിനിമാ താരങ്ങളും. റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ പല നടിമാരും പലർക്കുമെതിരായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ദിവസവും വരുന്നുണ്ടെന്നതും പലർക്കും ഒരു ഭീഷണിയായിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇതിനോടകം പലർക്കും സംഘടനയിൽ നിന്നും മറ്റും രാജിവെക്കേണ്ടി വന്നതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. താരസംഘടനയിലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് രാജിവെച്ച വാർത്ത മാത്രം മതി പ്രശ്നത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ. രാഷ്ട്രീയത്തിലുള്ള നടന്മാർക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അവർക്ക് മാത്രമല്ല അതിന്റെ ദോഷമുണ്ടാക്കുന്നത്, അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നടന്മാരെ മുന്നിൽ നിർത്തി രാഷ്ട്രീയം കളിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കും ചെറുതല്ലാത്ത ഭയമുണ്ടായി എന്നിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ സിനിമകളിൽ കാണുന്നത് പോലെയുള്ള മുഖങ്ങളല്ല തങ്ങളുടേതെന്ന് അടിവരയിടുന്നതാണ് ദിവസവും ഓരോ നടന്മാർക്കും നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. ഇവിടെ ഇരയും വേട്ടക്കാരനും ഒരേ കൂട്ടിനുള്ളിലുള്ളവർ തന്നെയാകുമ്പോൾ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ ഇനിയും നിരവധി വർഷങ്ങൾ എടുത്തെന്ന് വരാം. അതിനുള്ളിൽ പരാതി പറഞ്ഞവരും മൊഴി കൊടുത്തവരും മൊഴി മാറ്റി പറഞ്ഞ് പരാതി പിൻവലിച്ചില്ലെങ്കിൽ വീഴാൻ പോകുന്ന വിഗ്രഹങ്ങൾ ഒന്നായിരിക്കില്ല, ഒരുപാട് കാണുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്ര ഉന്നതനാണെങ്കിലും ഒരു സംരക്ഷണവും ഒരുക്കരുതവർക്ക്. ഇനി വരുന്ന കലാകാരികൾക്കെങ്കിലും ധൈര്യമായി ജോലിയെടുക്കാനുള്ള സ്ഥലമാകണം സിനിമാ ലൊക്കേഷനുകളും അവരുടെ ലോകവും. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം. സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത്. നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്.